ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഗായത്രി വർഷ, രാഹുൽ ഈശ്വറിനെതിരെയാണ് ഹണി റോസ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് സ്ത്രീകളെ നേരിടുന്ന പ്രശ്നങ്ങളെ രാഹുൽ ഈശ്വർ തന്റെ ഭാഷയിലുള്ള ഒരു പാടവത്തെ ഉപയോഗിച്ച് നിർവീര്യമാക്കുകയാണെന്ന് പറയുന്നു. തന്ത്രിയായിരുന്നു രാഹുൽ ഈശ്വർ എങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്കടക്കം രാഹുൽ ഡ്രസ് കോഡ് ഉണ്ടാക്കിയതിനെ സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് രാഹുലിന് നിയന്ത്രണം പോകുന്നത് എന്നറിയില്ല എന്നാണ് ഇപ്പോൾ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിക്കുന്നത്. അതിൽ പറയാൻ പ്രധാന കാരണമായത് ചാനൽ ചർച്ചയിലായിരുന്നു രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. എന്താണ് ഗായത്രി വർഷയ്ക്ക് പറയാനുള്ളത്? അതിന് ഇന്നലെ തന്നെ ഞാൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതുവരെയുള്ള ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴൊന്നും എന്റെ ചെമ്പ് ലൂസാവാത്ത പോലെ ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ പരാമർശം കേട്ടപ്പോ എനിക്ക് ചെമ്പ് ലൂസാവുകയും സന്തോഷത്തോടെ തന്നെ ഇടപെടൽ ചെയ്തു. സംഭവമായിരുന്നു ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വസ്ത്രധാരത്തില് ഞാൻ കാണുന്നില്ല. ഇവര് ഓരോ സ്ത്രീയോടും അല്ലെങ്കിൽ ഓരോ അത്തരത്തിൽ എന്താ പറയാ നിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അവരിങ്ങനെ തന്നെയാണ്. ഇത് ഹണി റോസ് അതിന് പ്രതികരിച്ച് ഇപ്പൊ കൂടുതൽ ഞാൻ ആ കുട്ടിയെ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃത്യമായി പറയേണ്ടതാണിത്. ഇത് രാഹുൽ ഈശ്വറിനെ വ്യക്തിപരമായി നേരത്തെ എന്റെ പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുള്ള സുഹൃത്ത് തന്നെയാണ് രാഹുൽ ഈശ്വർ. എനിക്ക് വ്യക്തിപരമായി ഒരാളെയും അധിക്ഷേപിക്കുന്നതിനോട് താല്പര്യമല്ല. പക്ഷെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ എത്ര വികൃതമായ ഒരു മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. രാഹുൽ ഈശ്വറിനെ പോലെ നിയമം പഠിച്ചിട്ടില്ല. രാഹുൽ ഈശ്വർ പോലെ ഏത് സമയവും സമൂഹത്തെ ഒബ്സർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഇത് മോശമായ രീതിയിൽ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അഭിപ്രായ പ്രകടനങ്ങളാണെങ്കിൽ അത് ഇത്ര നമ്മൾ സ്വയം പരിതപിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ സമൂഹം ഇത്രമാത്രം അധപതിച്ചിട്ടല്ല, ഇത് ചില പ്രത്യേക താല്പര്യങ്ങളാണ്. രാഹുൽ ഈശ്വർ ജനിച്ച കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആ കുടുംബത്തിന്റെ താവഴിയായിട്ടോ അല്ലാതെയോ എനിക്കറിയില്ല. അത് ഞാൻ ആ കുടുംബത്തെ അധിക്ഷേപിക്കുകയല്ല, അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിന് ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്ന സാമൂഹ്യ ബോധ്യം ഇത് ഭയങ്കര മോശമായ ഒരു സാമൂഹ്യ ബോധ്യമാണ്. ഇത് അസംബന്ധത്തിന്റേതാണ്, അസാമാന്യതയുടെ എന്താ പറയുക സാമ്യത ഇല്ലാതാക്കുന്നതാണ്. സമൂഹത്തിലെ ജനങ്ങളെ വസ്ത്രത്തിന്റെ